RSS എന്ന സംഘടനയ്ക്ക് രാഷ്ട്രത്തിന്റെ ജാതകം മാത്രമേ അറിയൂ. മല്ലിക ചേച്ചി RSSന് ചേച്ചിയുടെ മക്കളുടെ ജാതകം നോക്കേണ്ട കാര്യമില്ല. തന്നെയുമല്ല RSS ആരുടെയും ജാതകം നോക്കാറുമില്ല. സംഘത്തിന്റെ ജാതകമാണ് ഇന്നത്തെ ഭാരതത്തിന് മറ്റു ലോകരാജ്യങ്ങളുടെ മുന്നിൽ ലഭിക്കുന്ന സ്വീകാര്യത. എമ്പുരാൻ വിവാദത്തിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നത് നിർമ്മാതാവും മുൻ സെൻസർ ബോർഡ് അംഗവുമായ ഗോപൻ ചെന്നിത്തല പങ്കുവച്ച ഒരു കുറിപ്പാണ്. പൃഥ്വിരാജിനെ സിനിമാ സംഘടനകൾ മുഴുവൻ വിലക്കിയ ഒരു സമയത്ത് സഹായത്തിനായി മല്ലിക സുകുമാരൻ കരഞ്ഞുകൊണ്ടെത്തിയത് RSS നേതാവ് PP മുകുന്ദനെ കാണാനായിരുന്നു എന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. അന്ന് മുകുന്ദേട്ടൻ സഹായിച്ചതുകൂടാതെ മല്ലിക സുകുമാരനെ കേന്ദ്ര ഗവൺമെന്റിന്റെ സെൻസർ ബോർഡിൽ അംഗമാക്കിയതും BJP സംസ്ഥാന നേതൃത്വമാണ്. അങ്ങനെയുള്ള RSS ചേച്ചിയുടെ മക്കളുടെ എന്നല്ല ആരുടെയും ജാതകം നോക്കാറില്ല എന്നും ഗോപൻ ചെന്നിത്തല പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഈ സംഘടനയ്ക്ക് രാഷ്ട്രത്തിന്റെ ജാതകം മാത്രമേ അറിയൂ. മല്ലിക ചേച്ചി പ്രവർത്തനം ആരംഭിച്ച് 100 വർഷത്തിൽ എത്തി നിൽക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയാണ് RSS. ലോകത്തിന് തന്നെ മാർഗദർശനമേകും തരത്തിൽ വിശ്വവിരാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് സംഘം. അല്ലാതെ ചേച്ചിയുടെ മക്കളുടെ ജാതകം നോക്കേണ്ട കാര്യമില്ല. തന്നെയുമല്ല RSS ആരുടെയും ജാതകം നോക്കാറുമില്ല. സംഘത്തിന്റെ ജാതകമാണ് ഇന്നത്തെ ഭാരതത്തിന് മറ്റു ലോകരാജ്യങ്ങളുടെ മുന്നിൽ ലഭിക്കുന്ന സ്വീകാര്യത എന്നും അദ്ദേഹം കുറിക്കുന്നു. ചേച്ചി RSS നേതാവ് PP മുകുന്ദേട്ടനെ കാണാൻ വന്നത് മറന്നാലും ആ സീൻ എനിക്ക് ഓർമ്മയുണ്ട്. മലയാള സിനിമയിൽ പിച്ചവെച്ച് വന്ന മകൻ പൃഥ്വിരാജ് ഫിലിം ചേംബറും സിനിമാ സംഘടനകളും ഒന്നിച്ചു വിലക്കേർപ്പെടുത്തിയപ്പോൾ ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കപ്പെട്ടപ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി BJP സംസ്ഥാന ഓഫീസിലെത്തി ശ്രീ PP മുകുന്ദേട്ടനെ കാണാൻ വരുമ്പോൾ ഞാൻ അവിടെ മുന്നിലുണ്ട്. അന്ന് ചേച്ചി പിണറായിയുടെ അടുത്തല്ല പോയത്. അന്ന് താങ്കളുടെ കുടുംബപരമായ പ്രശ്നങ്ങൾ വരെ മുകുന്ദേട്ടനുമായി ആശയവിനിമയം നടത്തി ഉപദേശം തേടിയത് ഞാൻ ഓർക്കുന്നു. മുകുന്ദേട്ടൻ സിനിമാ സംഘടനകളുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കുന്നതിന് അവസരം ഒരുക്കിയില്ലേ? ആ ബന്ധത്തിലല്ലേ മല്ലിക ചേച്ചി പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് സെൻസർ ബോർഡിൽ അംഗമാക്കിയത്? BJP സംസ്ഥാന നേതൃത്വമല്ലേ അത് ചെയ്തത്? സുകുവേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ തിരുവനന്തപുരത്തെ സംഘപരിവാർ സംഘടനകളുമായി ചേർന്നു പോകാൻ അവസാന നാളുകളിൽ താല്പര്യപൂർവ്വം പ്രവർത്തിച്ചത് ഞാൻ ഓർക്കുന്നു. തിരുവനന്തപുരം പാൽക്കുളങ്ങര RSS ശാഖയിൽ പാൽക്കുളങ്ങര മോഹൻ എന്ന RSS പ്രവർത്തകന്റെ കൈപിടിച്ച് 2 കുട്ടികൾ ശാഖയിൽ വരുന്നതും ഞാൻ ഓർക്കുന്നു. അവരിൽ ഒരാൾ പിന്നീട് എമ്പുരാനായി ഇന്ത്യയുടെ തന്നെ ജാതകം കുറിക്കാൻ പ്രാപ്തനായി. ചേച്ചിയെ ഞാൻ അഭിനന്ദിക്കുന്നു. AK സാജൻ സംവിധാനം ചെയ്ത മകന്റെ ആദ്യ സിനിമയുടെ റിലീസ് നടന്ന് പിറ്റേ ദിവസം തിരുവനന്തപുരം കലാഭവൻ തിയേറ്ററിൽ ഫിലിം സെൻസറിംഗ് കമ്മിറ്റിക്ക് എത്തിയ ചേച്ചി തന്റെ മകന്റെ സിനിമയുടെ ഭാഗമായി ഒരുപക്ഷെ പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷൻ എന്ന ചിന്ത ഉണ്ടാകുന്നതിന് മുന്നേ ചേച്ചി ഫാൻസ് അസോസിയേഷൻ ബാനറുമായി വന്നത് ഞാൻ ഓർക്കുന്നു. പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷന്റെ ആദ്യ ബാനർ നായകന്റെ അമ്മ തന്നെയായിരിക്കും കെട്ടിയത്. എന്തായാലും അതിന്റെ ഒരു തുമ്പിൽ പിടിച്ചെന്ന് ചേച്ചിയെ സഹായിക്കാൻ വന്ന ഞാനും ജാതകമറിയാത്ത സംഘത്തിൽപ്പെട്ടു പോയ ഒരാളായത് സ്വാഭാവികം. നിങ്ങളുടെ കുടുംബത്തിന് ഈ പ്രസ്ഥാനം ഒരു പ്രതിസന്ധിയും ഉണ്ടാക്കിയിട്ടില്ല. മകന്റെയും മരുമകളുടെയും രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിന്റെ തോത് വർദ്ധിക്കുമ്പോൾ മാത്രമാണ് ഈ സംഘടനയെ നെഞ്ചിലേറ്റിവർ പ്രതികരിക്കുന്നത്. അതാണ് RSSന്റെ ജാതകം. എന്തായാലും അമ്മയെന്ന നിലയിൽ ചേച്ചി മകനെയും മരുമകളെയും ഒന്ന് ഉപദേശിക്കണം. ഞാനൊരു സംഖ്യ എന്ന നിലയിൽ മകൻ എനിക്ക് തന്ന പണിയാണ് ഷൂട്ടിംഗ് ആരംഭിച്ച എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച ലാൽ ജോസിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ, പൃഥ്വിരാജ്, ഇക്ബാൽ, കുറ്റിപ്പുറം തിരക്കഥ എഴുതിയ കസിൻസ് എന്ന എന്റെ സ്വപ്ന പദ്ധതിയായ സിനിമ നടക്കാതെ പോയത് എന്നും. എന്തായാലും ഇത് വളരെ നല്ല ഒരു മറുപടിയാണ്. മല്ലിക സുകുമാരനുള്ള വളരെ നല്ലൊരു മറുപടിയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രി മാത്രമാണ് ആശ്വാസം എന്ന രീതിയിലും മല്ലിക സുകുമാരൻ ചില പ്രതികരണങ്ങൾ നടത്തിയതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ചില തിരിച്ചറിവുകൾ, ചില ഓർമ്മപ്പെടുത്തലുകൾ ഈ കുറിപ്പിലൂടെ ശ്രീമതി മല്ലിക സുകുമാരന് ലഭിക്കും എന്ന് തന്നെയാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത് എന്ന് പലരും അഭിപ്രായപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.